ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് VB എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ കൊല്ലത്തെ മുത്തൂറ്റ് ടാറ്റയുടെ ഷോറൂമിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഒരാളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസ് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നത്. നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ കുറച്ച് നാൾ നമ്മൾ ടാറ്റയുടെ വീഡിയോ ചെയ്യുന്നില്ല എന്ന് മാത്രം, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല, നമ്മൾ ചെയ്യാൻ വന്നില്ല, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാസം നല്ലൊരു ഓഫീസും കാര്യങ്ങളും ഉണ്ടെന്നുള്ളത് അവർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോസ് നമുക്ക് എടുത്തിടാം എന്ന് തന്നെ നമ്മൾ കരുതിയിട്ടുണ്ട്. അതായത് മറ്റുള്ള ബ്രാൻഡ്സിൻ്റെ ഒക്കെ വീഡിയോസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടാറ്റയും കൂടി നമുക്കൊന്ന് കവർ ചെയ്യാം. അപ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് 23 മോഡൽസും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ ഓഫേഴ്സ് എത്രയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് അഖിലിനോടൊന്ന് ചോദിക്കണം. അഖിലോട് ഇപ്പോൾ ഉണ്ട്, നമ്മുടെ സുഹൃത്താണ്. അതേപോലെ ഇപ്പോൾ ഈ ഒരു 24 മോഡൽസിൻ്റെയും ഓഫേഴ്സ് എത്രയാണെന്നുള്ളത് നമുക്ക് അഖിലിനോടൊന്ന് നമുക്ക് ചോദിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മാസം നോക്കാവുന്നതാണ്. ഓഫേഴ്സ് കൂടി വാഹനം മേടിക്കാം. അപ്പോൾ അഖിലെ നമസ്കാരം. അപ്പോൾ അഖിലെ, നമുക്ക് ഈ മാസം ഓഫേഴ്സ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല രീതിയിൽ കിടപ്പുണ്ടോ? പിന്നെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് കിടപ്പുണ്ട്. ആദ്യം തന്നെ ചോദിക്കേണ്ടത്, കുറച്ച് 23 മോഡൽ വാഹനങ്ങൾ ഉണ്ടെന്ന് ഞാൻ അറിയാം. ലിമിറ്റഡ് സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ്. അത് ഈ കിടക്കുന്ന നെക്സോൺ നമുക്ക് 23 മോഡലാണ്. നമുക്ക് എത്ര ഓഫേഴ്സ്? നെക്സോൺ വരുന്നുണ്ട്, ഹാരിയർ വരുന്നുണ്ട്, ഓൾട്രോ CNG, ഈ 3 വേരിയൻസ് ആണ് നമുക്ക് ഇയർ ബാക്ക് 23 മോഡൽ ഓഫേഴ്സ് വരുന്നത്. നെക്സോൺ ആണെങ്കിൽ നമുക്ക് ഏകദേശം 2 ലക്ഷം രൂപയുടെ ഓഫേഴ്സ് വരുന്നുണ്ട്. ഹാരിയർ ആണെങ്കിൽ പ്രീ ഫേസ് ലിഫ്റ്റ് മോഡലാണ്, അതാണെങ്കിൽ ഏകദേശം 4 ലക്ഷം രൂപ വരെയുള്ള ഓഫേഴ്സ് വരുന്നുണ്ട്. നമ്മുടെ ഓൾട്രോ CNG ആണെങ്കിൽ 1.5 ലക്ഷം രൂപ വരെയുള്ള ഓഫേഴ്സാണ് 23 മോഡൽ വണ്ടിയൊക്കെ വരുന്നുള്ളത്. 1.5-2 ലക്ഷത്തിന് മുകളിലൊക്കെ കിടപ്പുണ്ട്. 4 ലക്ഷം വരെയുള്ള ഓഫേഴ്സ്. അപ്പോൾ നല്ലൊരു ഡീൽ തന്നെയാണ്. ഇത്രത്തോളം ക്യാഷ് ഓഫറോട് കൂടി നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ്. ഓഫീസ് കിടപ്പുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ താഴത്തെ നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പോൾ 24 വന്നാലോ? നമുക്ക് ടിയാഗോ ആകുമ്പോഴത്തേക്ക് ഈ ഒരു മാസം ഈ ഒരു ന്യൂ അതായത് ഇപ്പോഴത്തെ മോഡലിന് എത്ര ഓഫർ ഇട്ടേക്കുന്നത്? ഏകദേശം നമുക്ക് ടിയാഗോയ്ക്ക് വേരിയന്റ് അനുസരിച്ച് ഓഫേഴ്സ്, പല വേരിയന്റിന് പല ഓഫേഴ്സ് ആണ്. ഏകദേശം 35,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് 75,000 രൂപ വരെയുള്ള ഓഫേഴ്സാണ് ടിയാഗോ EVക്ക് വരുന്നത്. അതായത് കൺസ്യൂമർ ഓഫേഴ്സ് ആണ് ഞാൻ ഈ പറയുന്നത്. അത് ക്യാഷ് ഓഫർ മാത്രം. അതായത് 35,000 മുതൽ 75,000 രൂപ ഓഫേഴ്സ്, ക്യാഷ് ഓഫേഴ്സ് എല്ലാ കസ്റ്റമേഴ്സിനും മാൻഡേറ്ററി ആയിട്ട് കിട്ടും നമുക്ക്. പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ആണെങ്കിൽ ഏകദേശം 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്. അതും എല്ലാ കസ്റ്റമേഴ്സും അവൈലബിൾ ആണ്. പിന്നെ നമുക്കുള്ള ഫോക്കസ് ഗ്രൂപ്പ്, ഇപ്പം ഡോക്ടേഴ്സ്, ജുവലേഴ്സ്, MSME ഉള്ള കോർപ്പറേറ്റ് ഓഫേഴ്സ്, അതെ കോർപ്പറേറ്റ് ഓഫേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 6,000 രൂപ തൊട്ടുള്ള ഓഫേഴ്സ് നമുക്ക് വരുന്നുണ്ട്. 6,000 അല്ല 5,000 രൂപയുടെ ഓഫേഴ്സ് ആണ് വരുന്നത്. 6,000 രൂപയുടെ ഓഫർ വരുന്നത് ടാറ്റ എംപ്ലോയീസോ ടാറ്റ വെണ്ടേഴ്സ് ഏതാണ്, ടാറ്റയുടെ ഏതൊരു ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 6,000 രൂപയുടെ ഓഫേഴ്സ് വരുന്നുണ്ട്. അത് കൂടാതെ പിന്നെ നമുക്കുള്ളത് സോളാറിൻ്റെ ഓഫേഴ്സ് വരുന്നുണ്ട്. EVയുടെ ഏത് മോഡലാണെങ്കിലും, നമുക്ക് ടിയാഗോ ആണെങ്കിലും, പഞ്ച് ആണെങ്കിലും, നെക്സോൺ ആണെങ്കിലും, നമ്മളെ വീട്ടിൽ സോളാർ ചെയ്ത് ഏത് ബ്രാൻഡ് സോളാർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 8,000 രൂപയുടെ ഓഫേഴ്സ് ടിയാഗോ EVക്ക് എക്സ്ട്രാ കിട്ടും. നമുക്ക് ജസ്റ്റ് ഈ പ്രൈസിലേക്ക് വന്നത്, അതായത് ക്യാഷ് ഓഫർ ഉണ്ട്, എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്, പോക്കറ്റ് ഓഫർ ഉണ്ട്, സോളാർ ഓഫേഴ്സ്, ടാറ്റ എംപ്ലോയി ഓഫർ ഉണ്ട്, സോളാർ ഓഫർ ഉണ്ട്, ഇത്ര വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി പ്രൈസ് ഒക്കെ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? പെട്രോളൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം 6 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് EV ആണെങ്കിൽ ഏകദേശം 10.25 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 10.25 സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ബേസ് പ്രൈസ്. ഡിസ്കൗണ്ട് ഒക്കെ എനിക്ക് ഒരു 10-നുള്ളിൽ ഇറക്കി കൂടെ ഷുവർ. അതായത് അത്യാവശ്യം ലോങ് റേഞ്ച് വേരിയന്റ് ആണെങ്കിൽ പോലും നമുക്ക് ഓൺ റോഡ് ഒരു 11.5 ലക്ഷമൊക്കെ പ്രൈസ് വരുന്ന വണ്ടികളാണ്, ഇൻക്ലൂഡിംഗ് വാറണ്ടി. അത് ഓഫേഴ്സിലാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട്, ഏകദേശം ഒരു 10.25 ആ റേഞ്ചിനൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അത്രയാണ് ടിയാഗോ. നമുക്ക് ഇനി അടുത്തേക്ക് വരാം. അടുത്ത പഞ്ചാണ് നമുക്ക് അടുത്തുള്ള വാഹനം. അപ്പോൾ പഞ്ചിലേക്ക് വരുന്ന സമയത്ത് CNG, പെട്രോൾ, EV 3 ഉണ്ട്. അതിന്റെ ഓഫേഴ്സ് ഒക്കെ എങ്ങനെയാണ്? അപ്പോൾ പെട്രോളൊക്കെ ആണ് എങ്ങനെ ഓഫേഴ്സ് വരുന്നത്? ക്യാഷ് ഓഫർ പെട്രോളൊക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 30,000 രൂപ അടുപ്പിച്ചുള്ള ഓഫേഴ്സ്, ക്യാഷ് ഓഫർ വരുന്നുണ്ട്. 20,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്. പഞ്ച് EV ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 25,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് 70,000 രൂപയുള്ള ഓഫേഴ്സാണ് പഞ്ച് EVക്ക് വരുന്നത്. അത് ക്യാഷ് ഓഫർ. 20,000 രൂപയുടെ എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സോളാർ ഓഫേഴ്സ് 8,000 വരുന്നുണ്ട്. ടാറ്റ എംപ്ലോയീസ്, ഫോക്കസ് ഗ്രൂപ്പ്, ഇവർക്ക് എല്ലാവർക്കും ഓഫേഴ്സ് അവൈലബിൾ ആണ്. അതായത് എനിക്ക് 5,000, 6,000 റേഞ്ച് വരുന്നുണ്ട്. പ്രൈസ് ഒക്കെ എങ്ങനെ വരുന്നത്? പ്രൈസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് പഞ്ച് പെട്രോൾ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 7 ലക്ഷം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. CNGയിലോട്ട് ആകുമ്പോൾ ഏകദേശം 8 ലക്ഷവും, EV ഒക്കെ ആണെങ്കിൽ 10.25-11 ആ റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നെക്സോണിന്റെ ഓൾറെഡി നമ്മൾ സംസാരിച്ചു, അതായത് 23 മോഡൽ വണ്ടിയാണ് ഇവിടെ കിടക്കുന്നത്. അതിനാണ് നമ്മൾ ഓഫർ പറഞ്ഞത് 23 ആകുമ്പോൾ നമുക്ക് ഏകദേശം 2 ലക്ഷം രൂപയുടെ ഓഫേഴ്സ് നെക്സോണിന് വരുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തേക്ക് ഇപ്പോൾ 24 മോഡലൊക്കെ ആണെങ്കിലോ? 24 മോഡലൊക്കെ ആണെങ്കിൽ നെക്സോൺ അത് ഓഫേഴ്സ് കുറവാണ്. അതായത് അത്യാവശ്യം നല്ല സെയിൽ ഉള്ളതുകൊണ്ട് കുറവാണ്. ഈവൻ നെക്സോൺ EVക്കകത്താണെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ കൺസ്യൂമർ ഓഫേഴ്സും ഗ്രീൻ ബോണസ് ഒന്നും വന്നിട്ടില്ല. വന്നിട്ടുള്ളത് നമുക്ക് ഈ പറഞ്ഞ സോളാർ ഓഫേഴ്സാണ് വന്നിട്ടുള്ളത്. സോളാർ ഓഫേഴ്സും ഫോക്കസ് ഗ്രൂപ്പിനും സോളാർ ആണെന്നെങ്കിൽ ഏകദേശം 10,000 റുപ്പീസിന്റെ ഓഫർ പുതിയ നെക്സോൺ EVക്ക്. നെക്സോൺ EV നേരത്തെ ഉള്ളത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. 40 കിലോവാട്ട് മാറി 45 കിലോവാട്ടിന്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പം അത് അത്യാവശ്യം ഈ പറയുന്ന ഓഫേഴ്സ് കുറവാണ് റീസെന്റ് ലോഞ്ച് ആയതുകൊണ്ട്. ഇത് ഇത്രയാണ് ഇപ്പൊ നമ്മുടെ EVയുടെ ഓഫേഴ്സ് മെയിനായിട്ട് നടക്കുന്നത്. ഇതിലൂടെ നമ്മൾ പെട്രോളിന്റെ ഓഫേഴ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സോണിലേക്ക് വന്നാൽ ഓഫീസ് കുറവാണ്. അത്ര വലിയ ഓഫീസും ക്യാഷ് ഓഫറും കാര്യങ്ങളൊന്നും വരുന്നില്ല. കാരണം വെച്ചാൽ അത്രയും ഡിമാൻഡ് ഉള്ള ഒരു മോഡൽ ആയതുകൊണ്ട്. ഇപ്പൊ ന്യൂ ഷേപ്പ് വാഹനം തന്നെ അവിടെ കിടപ്പുണ്ട് നെക്സോണിന്. ഇത് അത് ഫേസിന് മുമ്പ് ഉള്ളതാണ്. ഇതിനാണ് അത്രത്തോളം ക്യാഷ് ഓഫർ 2 ലക്ഷം രൂപയുള്ള ക്യാഷ് ഓഫേഴ്സ് വരുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മളെല്ലാ 24 മോഡലിലെ പെട്രോൾ വണ്ടിക്കും CNGസിനും എല്ലാത്തിനും അത്യാവശ്യം ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഡിസംബർ ആയതുകൊണ്ടാണ്. ആൾട്രോസ് ഒക്കെ ആണെങ്കിൽ എന്താ ഓൾട്രോസ് ആണെങ്കിൽ ഈ പറഞ്ഞ
കണക്കിന് നമുക്ക് ഏകദേശം ഒരു 15,000 രൂപ തൊട്ട് 40,000 രൂപ വരെയുള്ള ഓഫേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഓൾട്രോസ് റൈസറൊക്കെയാണ് നമ്മളിപ്പോൾ റീസെന്റ് ലോഞ്ച് ചെയ്തിട്ട് റൈസറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 65,000 രൂപയുള്ള ഓഫേഴ്സ് ഓൾട്രോസിനകത്ത് വരുന്നുണ്ട്. അത്രയും ഓഫീസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ആൾട്രോസിനകത്ത് EV വരുന്നുണ്ടല്ലോ? ഇല്ല വന്നിട്ടില്ല. പിന്നെ ഓൾട്രോസിനകത്ത് ആണെങ്കിൽ ഇപ്പം ഉള്ള പ്രത്യേകത ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏക ഹാഷ് ബാക്ക് ഡീസൽ ഓൾട്രോസ് ഡീസലാണ്. അത് മാത്രമേ ഡീസൽ സെപ്പറേറ്റ് ഓഫർ സെപ്പറേറ്റ് ഓൾട്രോസ് ഡീസൽ ആകുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു 40,000-35,000 വേരിയന്റ് അനുസരിച്ച് 40,000-35,000 ഓഫേഴ്സ് വരുന്നുണ്ട്. അവൈലബിൾ ആണ്. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഹാരിയർ വരുന്നുണ്ട്. ഹാരിയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന വാഹനമാണ്. എനിക്ക് 23 മോഡൽ വാഹനവും നമുക്ക് സ്റ്റോക്ക് കിടപ്പുണ്ട്. അതിനാണ് 4 ലക്ഷം രൂപ ഓഫർ വരുന്നത്. അപ്പോൾ ഈ ഒരു 24 മോഡലൊക്കെ അതിൽ എന്താ വരുന്നുണ്ട്? 24 മോഡലാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ഓഫേഴ്സ് കുറവാണ്. ഏകദേശം 20,000-25,000 രൂപ ഓഫേഴ്സാണ് വന്നിട്ടുള്ളത്. എക്സ്ചേഞ്ച് ബോണസ് അങ്ങനെ വല്ലതും ഉണ്ടോ? എക്സ്ചേഞ്ച് ബോണസ് 20,000 രൂപയ്ക്ക് അടുപ്പിച്ചുള്ള എക്സ്ചേഞ്ച് ബോണസ് ആണ് വന്നിട്ടുള്ളത്. കിടക്കുന്നത് സഫാരി കിടപ്പുണ്ട്. അപ്പോൾ സഫാരി എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് 23 മോഡൽ വല്ലതൊക്കെ സ്റ്റോക്ക് ഉണ്ടോ? ഇല്ല, സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഔട്ട് ആയിട്ടുണ്ട്. ഈ പറഞ്ഞ ഹാരിയർ മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ. ഈ പറഞ്ഞ സഫാരിക്ക് ആണെങ്കിൽ നമ്മൾ നേരത്തെ ഹാരിയർ പറഞ്ഞാൽ അതേ ഒരു ഓഫർ തന്നെ 20,000 രൂപയുടെ ക്യാഷ് ഓഫർ ഒക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ഏകദേശം 25,000 രൂപയുള്ള എക്സ്ചേഞ്ച് ബോണസ് വരുന്നുണ്ട് നമുക്ക്. പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ കർവ് ഡീസൽ വരുന്നുണ്ട്, EV വരുന്നുണ്ട്, ഡീസൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്, EV ഉണ്ട്. അവൈലബിൾ ആണ്. നമുക്ക് അതും റീസെന്റ് ലോഞ്ച് ആയതുകൊണ്ട് ഇതിന്റെ ഓഫേഴ്സ് ഒന്നും അവൈലബിൾ ആയിട്ടില്ല. പുതിയ വാഹനം ആയതുകൊണ്ട് അത്യാവശ്യം വെയിറ്റ് ബീഡ് വരുന്ന വണ്ടികളാണ്. നമ്മൾ എന്നാലും അത്യാവശ്യം കുറച്ച് വണ്ടികൾ നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ എവിടെയാണെങ്കിലും കർവ് EVയും കർവ് പെട്രോളും എല്ലാം നമുക്ക് സ്റ്റോക്ക് അത്യാവശ്യം അവൈലബിൾ ആണ്. ഒരു മിഡ് വേരിയന്റ് ആണെങ്കിലും ടോപ്പ് വേരിയന്റ് ആണെങ്കിലും അത്യാവശ്യം സ്റ്റോക്ക് നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതാണെങ്കിൽ പിന്നെ നമുക്ക് ഇയർ എൻഡിന്റെ നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഗിഫ്റ്റുകൾ സപ്പോർട്ടുകൾ അതിനകത്ത് വരും, ഉറപ്പായിട്ടും വരും. വേറെ ഓഫീസൊന്നും നമുക്ക് അങ്ങനെ വരുന്നില്ല. 23 വണ്ടിക്ക് നമ്മുടെ അപ്പോൾ EV മാക്സിമം പ്രൊമോട്ട് ചെയ്യുന്നു. അങ്ങനെ അതെ, കാരണം എല്ലാവരും EVയിലോട്ട് സ്വിച്ച് ചെയ്യാണല്ലോ. EVസിന് നല്ല ഓഫീസും നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് സ്പെഷ്യലായിട്ട് ഈ വീഡിയോ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ബാക്കി പറഞ്ഞ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നമ്പർ വിളിച്ചാൽ മതി. ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളോ ഏതാണെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. ആണെങ്കിൽ നമ്മുടെ എക്സ്ചേഞ്ച് വാല്യൂ നിങ്ങളുടെ വണ്ടികളുടെ ഉള്ളതിനകത്ത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ അത്യാവശ്യം നല്ല എക്സ്ചേഞ്ച് ഓഫേഴ്സും വന്നിട്ടുണ്ട്. അപ്പം ഉള്ള വണ്ടിയുടെ വാല്യൂവിന് പിന്നെയും കുറച്ചുകൂടെ വാല്യൂ കൂടുന്നതാണ് എക്സ്ചേഞ്ച്. വേറെ സപ്പോർട്ട് കൂടെ ഉണ്ട് നമുക്ക്. വേറെ ഒന്നും നമുക്ക് ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഇത്രയുള്ള നമ്മുടെ ഈ ഒരു ഓഫർ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ നമുക്ക് അടുത്ത ദിവസം വരാം. അതിലെല്ലാ കൂട്ടുകാർക്കും ബൈ.